അവൻ ആരെയാണ് സൂക്ഷിക്കണത്, സേഫ് ചെയ്യണത്? നിങ്ങൾ പറ. അപ്പം അവൻ വിത്ത് പ്ലാനിങ് അല്ലേ? അവൻ എനിക്ക് ഉപദേശിക്കണ്, ഞാൻ ചതിക്കുവാടി, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞടി, ഇനി നീ മരിച്ചാൽ നിൻ്റെ മക്കൾക്ക് പോവുള്ളൂ, എനിക്കെന്തു പോവാൻ? എനിക്കൊന്നും പോകാനില്ല, ഞാൻ അവിടെ സെറ്റാവും, ലൈഫ് സെറ്റാക്കും അല്ലേ? അപ്പോൾ അവനെ മാത്രം ചിന്തിക്കണത്. അവനോട് നമ്മൾ സ്നേഹമുള്ളത് കാരണമാണ് ഇങ്ങനെ ഒരു ജീവൻ വരക്കും കളയാൻ തയ്യാറായിട്ട് നിൽക്കണ ഒരു പെണ്ണ് ഇത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം അവനിക്ക് യോഗമില്ല അനുഭവിക്കാൻ. അപ്പോൾ അവന് എങ്ങനെയുള്ള പെണ്ണ് കിട്ടും? ഇത്തിരി ചതിയും അവനറിയാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ചാടും. വേലി ചാടുന്ന പെണ്ണിനെ ചതിയന്മാർക്ക് ചതിയന്മാരെയേ കിട്ടുള്ളൂ. മനസ്സിലായോ? ചതിയന്മാരെ കിട്ടുള്ളൂ. ചതിയെത്തികൾക്ക് ചതിയെത്തികളെ കിട്ടുള്ളൂ. കാര്യം എനിക്ക് ചതിയെത്തി അല്ലാത്തതുകൊണ്ട് എന്നെ പടച്ചവൻ തട്ടിത്തെറിപ്പിച്ചു ചതിയന്മാരെ എൻ്റെ ജീവിതത്തിൽ നിന്നും. കാരണം ഇവനിപ്പോൾ ചെയ്തെന്ന് ഞാൻ അറിയാതെയാണ്. നാളെ ഞാൻ അവൻ്റെ കൊച്ചിനെ വയറ്റിലിട്ട് നടക്കുന്ന സമയത്തൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ കൊച്ചും ഞാനും കൂടി വല്ല കിണറ്റിലെടുത്ത് ചാടേണ്ട അവസ്ഥ വരും. അപ്പോൾ ആരുടെ ജീവിതം പോവും? രണ്ടുപേരുടെ ജീവനും പോവും. അവൻ രക്ഷപ്പെട്ടുപോയി എന്നാണോ പറഞ്ഞത്? രക്ഷപ്പെട്ടുപോയി എന്നാണോ പറഞ്ഞത്? അവൻ രക്ഷപ്പെട്ടെന്നല്ല അതിൻ്റെ അർത്ഥം. നീ മരിച്ചാൽ നിൻ്റെ മക്കൾക്ക് പോയി എന്ന് പറയുമ്പോൾ അവൻ വിത്ത് പ്ലാനിങ്ങിലൂടെയല്ല അവൻ എന്നെ മിസ്യൂസ് ചെയ്തത്. അതാണ് അതിൻ്റെ അർത്ഥം. അവൻ പറയണേണ് നീ മരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മക്കൾക്ക് പോയി. കാരണം നീ എന്നെ ഓർത്ത് മരിക്കാൻ നിൽക്കണ്ട. എനിക്ക് കിട്ടേണ്ടതല്ല, ഞാൻ നിന്ന് നേടേണ്ടല്ല നേടിക്കഴിഞ്ഞ് എനിക്ക് വേറെ പെണ്ണ് കിട്ടും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പേര് എഴുതി കഴിഞ്ഞാൽ അവൻ കുടുങ്ങൂലേ? അപ്പോൾ അവിടെ നിന്ന് അവൻ രക്ഷപ്പെടണമല്ലേ അവൻ ചെയ്യണത് അല്ലേ? എന്തുകൊണ്ട് മരണപ്പെട്ടു? എൻ്റെ ഫോണൊക്കെ ആദ്യം ടെസ്റ്റ് ചെയ്യും, പോലീസ് വന്നിട്ട് നോക്കും. ഇങ്ങനെ മെസ്സേജൊക്കെ വന്നിട്ട് മലയാളത്തിലുള്ളത് അറബിയിലാക്കിയിട്ട് വായിക്കും. ഇവൻ്റെ കൂടെ ഫോട്ടോ ഉള്ളതൊക്കെ കാണും. അപ്പോൾ എന്ത് കാരണമെന്ന് ഇവർ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ കുടുങ്ങൂലേ? അത് കാരണം ഇവൻ സ്വയം രക്ഷയ്ക്ക് പറഞ്ഞാണ് നീ മരിച്ചാൽ നിൻ്റെ മക്കൾക്ക് പോയിന്ന്. സ്നേഹം കൊണ്ടവനാണെങ്കിൽ എന്തു പറയും? അങ്ങനെയൊന്നും ചെയ്യല്ലേട്ടാ, എൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ തെറ്റുണ്ടായി, ഇനി ഞാൻ മേലൊക്കെ ചെയ്യൂലട്ടാ, അന്നെ ഞാൻ വിവാഹം കഴിച്ചിട്ട് നീയും പണിക്കുപോയി ഞാനും പണിക്കുപോയി നല്ല സമ്മാനത്തോടെ നമുക്ക് ജീവിക്കാട്ട. അതാണ് ഒരു സ്നേഹമുള്ളവൻ. അതാണ് ശരിക്കും വേണ്ടത്. അതവൻ എന്താ ചെയ്യാത്തത്? അവന് നല്ല ഇടം എന്ന് പറയുമ്പോൾ നല്ല ഇടമല്ല, അത് ദുഷിഞ്ഞ ഇടത്താ പോയത്. ഇത്ര നാളവൻ ഇവിടെ കഴിഞ്ഞിട്ട് അവൻ എന്തൊക്കെ തകരാറുകൾ എൻ്റെ അടുത്ത് ചെയ്തെന്നും അവനിൽ നിന്ന് അനുഭവിച്ച പാഠങ്ങളൊക്കെ വലുതാണ്. അപ്പോൾ അടുത്ത പാഠം അനുഭവിക്കാൻ പോണത് വേറെ ആരോയാണ്. സത്യം അതാണ്. ഞാൻ അനുഭവിച്ചതിനെക്കാട്ടും ഏറ്റവും വലിയത് അനുഭവിക്കാൻ ഇതാണ്. സത്യമാണ്. അപ്പോൾ നമ്മളത് ആലോചിച്ച് കരഞ്ഞ് അർഷാദെ വരുമോ എന്ന് അറിയുക. ഇനിയിപ്പോൾ എൻ്റെ സിമ്മ് ഞാൻ മാറ്റും. ഇന്ന് എൻ്റെ സിമ്മ് മാറ്റും. എനിക്ക് സിമ്മ് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എൻ്റെ സിമ്മ് മാറ്റും. പിന്നെ വാട്സപ്പ് കളയും. ഐഎമ്മല്ല ബോട്ടിയമും കളയും. ഒരു ഉമ്മനെ വിളിച്ച് ഉമ്മ പറയും എനിക്കത് പ്രാന്താണ്, സിമ്മ് മാറ്റി കളിക്കണമെന്ന് ചോദിക്കും. ഇപ്പോഴാണ് സിമ്മ് മാറ്റിയത് 10 ദിവസത്തിന് മുമ്പ്. തല ഇറങ്ങണമെങ്കിൽ തല ഇറങ്ങണം. ആറ് മണിക്ക് വരുമോയെന്ന് പറഞ്ഞു. 6 മണിക്ക് ആ ചേച്ചി വരും. വേറെ ഒരു പെണ്ണും ഇതുപോലെ ചതിക്കപ്പെടരുത്. ആളാരാണെന്ന് പറഞ്ഞാലേ എല്ലാവർക്കും മനസ്സിലാവും. ടെൻഷനല്ല, ഫുഡ് കഴിച്ചിട്ടില്ലെന്നേ. ഞാൻ ഇപ്പോൾ ഇന്നത്തേക്ക് 3 ദിവസമായി മെഡിസിൻ മാത്രം വെറുതെ എടുത്ത് കഴിച്ച്. ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കിയിട്ട് ചായ ഉണ്ടാക്കി കുടിച്ച് ബിസ്ക്കറ്റ് കഴിക്കട്ടെ. തലയൊക്കെ കറങ്ങണം.